നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മിൽ പലരും കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുകയും നാം ചോദിക്കുന്നതെന്തും തരികയും ചെയ്യുന്ന ഒരു ദൈവത്തെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക? എന്നാൽ നാം സേവിക്കുന്ന ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവം അവിടുത്തെ പദ്ധതികളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. നാം അപേക്ഷിച്ചതിൻ്റെ മേന്മ കൊണ്ടോ നാം ഉപവസിച്ചതിൻ്റെ തീവ്രത കൊണ്ടോ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നാം ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും അപ്പുറമായി ദൈവം കാര്യങ്ങളെ കാണുന്നു. അവിടുത്തെ ചിന്തകളും വഴികളും നമ്മുടെ ചിന്തകളെക്കാളും നമ്മുടെ വഴികളെക്കാളും ഉയർന്നതാണ്. ദൈവം തൻ്റെ പദ്ധതികളും ഉദ്ദേശ്യങ്ങളും നിറവേറ്റാൻ തൻ്റെ ശക്തിയും കഴിവും ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ദൈവം തൻ്റെ സ്വന്തം സമയത്തിനും പദ്ധതിക്കും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാം ദൈവവുമായി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവിടെ നമുക്ക് വേണ്ടി ദൈവം എന്ന ചിന്തയേക്കാൾ ദൈവത്തിന് വേണ്ടി നാം എന്ന ചിന്തയെ നാം വികസിപ്പിച്ചെടുക്കണം. ദൈവം തൻ്റെ ഒരു പ്രവൃത്തി ആവിഷ്കരിക്കുമ്പോൾ തൻ്റെ മഹത്വം പൂർണ്ണമായി അവിടെ വെളിപ്പെടണം എന്ന് പരമപ്രധാനമായി ആഗ്രഹിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് വീട്ടുകാരുടെ ഗൗരവമേറിയ ഒരു പ്രശ്നം കർത്താവ് പരിഹരിച്ചു നൽകിയതിനോടൊപ്പം ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടു എന്നത് ഉറപ്പിക്കുക കൂടി ചെയ്തു. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-13 ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ വാചകങ്ങൾക്ക് ഒരു വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. തൻ്റെ പ്രവൃത്തിയിൽ കൂടി ദൈവമഹത്വം വെളിപ്പെടാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ പാടില്ല. ദൈവം നമ്മിൽ ചെയ്യുന്ന നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും അവിടുത്തെ പദ്ധതികളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ഗാഡ് മീറ്റ് us where we are in order to take us where he wants us to go. നാം എവിടെ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അവിടെ കൊണ്ടുപോകാൻ നാം ഇപ്പോൾ ആയിരിക്കുന്നയിടത്ത് ദൈവം നമ്മെ കണ്ടുമുട്ടട്ടെ. Have a blessed day.